എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി, കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എന്നീരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എന്നീരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തെ ഓർത്തടിയൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു നല്ല പ്രഭാതം കൂടെ തന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവനും സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. ഈ നല്ല ദിവസത്തിൽ ഹല്ലേലൂയ കർത്താവേ, ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഒക്കെ എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയമുണ്ട്. എല്ലാം ഈ പ്രഭാതത്തിൽ അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഉള്ളതുപോലെ കാണുന്ന കർത്താവേ, ആമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളും ആഗ്രഹങ്ങളും അറിയാവുന്ന അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മനസ്സലീനമേ, കരുണ കാണിക്കണമേ അപ്പാ. അപ്പൻ്റെ സന്നിധിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത് ഞങ്ങൾക്കത് ചെയ്തു തരാമെന്ന് വാഗ്ദത്ത വചനമാ. അതിൽ ആശ്രയിച്ച് ഉറച്ച് ഞങ്ങൾ കടന്നു വരികയാണ്. ഇന്ന് വരെ ഞങ്ങളെ അത്ഭുതമായി നടത്തി ദൈവം ഇന്നും നടത്തുവാൻ ശക്തനാകിയാൽ ഹല്ലേലൂയ. അബലമുള്ള കരങ്ങളോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ജീവിത പങ്കാളി ദാനം തന്നെയാണ് പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദാനം തന്ന കൊച്ചു മക്കൾക്കായിട്ടൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കുള്ളതിനെ ഞങ്ങൾക്കുള്ളവരെയെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ഒക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം അപ്പ. അവിടുത്തെ സൗഖ്യം ഞങ്ങൾക്ക് വേണം കർത്താവേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നടത്തണമപ്പ. സമ്പൂർണ്ണമായ അവിടുത്തെ തിരുക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വന്നിട്ടുള്ളവർ ആരും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ലല്ലോ. ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവരൊന്നും ഹല്ലേലൂയ ഒരു നാൾ ലജ്ജിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കുന്ന ദൈവമല്ല. പിന്നെ ഞങ്ങളെ കരുതണമേ, സൂക്ഷിക്കണമേ, കൃപയിൽ നടത്തണമേ, ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണമേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നല്ല ദിവസത്തിൽ. ഹല്ലേലൂയ കർത്താവേ, യാത്ര ചെയ്ത ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കൂടെ ഇരിക്കണേ. വാഹനം ഓടിക്കുന്നവരെ പ്രത്യേകിച്ച് ഓർക്കുന്നു. കർത്താവ് കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കണം. ആപത്തനത്തെല്ലാം വിട്ടുവീക്കുമാറാകണം. പുതുവയസ്സിൽ പ്രവേശിച്ചവരെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ ദൈവമേ, സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു. സമാധാനത്തോടെ സൗഖ്യത്തോടെ കാത്തോണേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത് പരീക്ഷാ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിജ്ഞാനം ഒടുന്നു കൊടുക്കണം. നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ സ്വർഗം സഹായിക്കണം. നല്ല ഭാവിയിൽ ഞങ്ങളുടെ പൈതങ്ങളെല്ലാം എത്തിച്ചേരണം. ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അറിഞ്ഞ് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ അപ്പ. ദൈവമായ കർത്താവേ, സ്തോത്രം 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 കർത്താവ്. പ്രത്യേകിച്ച് 10, 12 പരീക്ഷ എഴുതുന്ന മക്കൾ
അവരെ അനുഗ്രഹിച്ച് സഹായിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, അതിനായി പ്രയത്നിച്ച് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് കർത്താവെ. അവരെ കരുതണമേ, അവരെ സഹായിക്കണമേ, അത്ഭുതം ചെയ്യണമേ, അവരുടെ പഠനത്തെ മാനിക്കണമേ, അവരുടെ പരീക്ഷയിൽ കൂടെയിരിക്കണമേ, ജയം കൊടുക്കണമേ കർത്താവെ, അവരുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കണമേ കർത്താവെ, നല്ല സ്ഥാനത്ത് എത്തിച്ചേരുവാൻ തക്കണം എല്ലാ വഴിയും കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിൻ്റെ കൃപയാൽ നിൻ്റെ മക്കളെ ഓരോരുത്തരെയും നിറച്ച് അനുഗ്രഹിക്കുമാറാകണം. ശത്രു കാണാതോണം മറയ്ക്കണം, ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കും അടുത്ത് ഉപചീരമാർഗം നൽകി മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന കഥവണെ ഒരുക്കണമേ, അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരോട് കാരണം തോന്നണമേ, തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ. തക്ക സമയത്ത് ഹാമൻകാരം നീട്ടി സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. തന്ന പൊടി പൈതങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും ബാലപിട കൂടാതെ കർത്താവ് വളർത്തി തരണമേ. ഹല്ലേലൂയ. കർത്താവ്, ഈ സമയപ്പാ സ്തോത്രം. കടഭാരമുള്ളവരെ ഏൽപ്പിക്കുന്നു, ഭവനമില്ലാത്തവരെ ഏൽപ്പിക്കുന്നു, നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് നല്ലവനാ, വലിയവനാ, മാറാത്ത ദൈവമാ, സഹായിപ്പാൻ സർവശക്തനാ, ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. അപ്പം ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നപ്പോൾ ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും സമാധാനവും നൽകുന്ന കർത്താവ് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയപ്പ. എല്ലാ രോഗികൾക്കും വൈദ്യരായ കർത്താവേ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവേ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവേ, ശരീരമാസകലം അതിവേദനയാൽ ഭാരപ്പെടുന്നവർ, നീർക്കെട്ടുള്ളവർ കർത്താവ്, നടുവേദനയും മുട്ടുവേദനയുമുള്ളവർ കർത്താവ്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ കർത്താവ്, എൻ്റെ ദൈവമായ കർത്താവേ, തൃക്കരം നീട്ടണമേ, തൻ്റെ മക്കളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കും. കൈകാൽക്ക് ചലനമില്ലാത്തൊരു കിടക്കുകളിലും വീൽ ചെയറിലുമായിരിക്കുന്നവർ, ആശുപത്രി മുറികളിലും ICUലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ എല്ലാം പൊന്നപ്പച്ചൻ കാണുന്നില്ല, അറിയുന്നില്ല കർത്താവേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിട്ടുവയ്ക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ ആയിരിക്കുന്ന ഓരോ മക്കളുടെയും കിടക്കെ കരിയിൽ കടന്നു ചെല്ലണമേ, ആണിപ്പഴുതുള്ള കരം വയ്ക്കണമേ, സൗഖ്യം വയ്ക്കണമേ കർത്താവേ. നിൻ്റെ കൃപ ഞങ്ങൾക്ക് മതി കർത്താവേ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഏർപ്പാട്ട് ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം എല്ലാവരുടെയും ഹൃദയവേദനയ്ക്ക് ആശ്വാസം നൽകി പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പാപം കൂടാതെ ജീവിക്കണം, അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.